എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 6th ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഈ ഫസ്റ്റ് പാർട്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? നമ്മൾ ഗാൽവനോമീറ്റർ ഒക്കെ ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് ചെയ്തായിരുന്നു. ഈ ഫസ്റ്റ് പാർട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഈ ഒരു ഭാഗം കാണാവുള്ളൂ. ക്ലിയർ ആയല്ലോ? അല്ലാന്നുണ്ടെങ്കിൽ പല പല കാര്യങ്ങളും പറയുമ്പോൾ ഡൗട്ട് വരും. നമുക്ക് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം, ഒരു വീഡിയോയ്ക്ക് തന്നെ ഒരുപാട് സമയം പോകും കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോരോ ഭാഗങ്ങളും കണ്ട് മനസ്സിലാക്കുക. നമ്മൾ കണ്ടായിരുന്നു എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഫലമായിട്ട് അതായത് മാഗ്നറ്റും ഒരു സോളിനോയിഡ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് നമ്മൾ ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് കണ്ടായിരുന്നു. ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടായിരുന്നല്ലോ. അവിടെ എങ്ങനെയാണ് ഗാൽവനോമീറ്റർ എന്തിനു വേണ്ടിയാണ്? കറണ്ട് പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ സോളിനോയിഡും അല്ലെങ്കിൽ ഒന്നെങ്കിൽ സോളിനോയിഡ് നമ്മൾ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ മാഗ്നറ്റ് നമ്മൾ മൂവ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ട് രണ്ട് സൈഡിലേക്കും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് കണ്ടു. അതായത് ഇവിടെ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട്, മനസ്സിലായല്ലോ? ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സർക്യൂട്ടിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ എന്നാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ ഒരു 1.5 വോൾട്ടിന്റെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ഒരു സെല്ല് കേട്ടോ. പിന്നെ ഏകദേശം ഒരു 470 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയാലും ഒരു സ്വിച്ച് ഉണ്ട്, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? കറണ്ട് പ്രസൻസ് കാണിക്കാൻ വേണ്ടിയാണല്ലോ ഗാൽവനോമീറ്റർ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ്? ഈ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഇവിടെ കാണുന്ന ഡിഫ്ലക്ഷൻ, ഇത് എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കാണുന്ന ഒരു ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗാൽവനോമീറ്ററിന് എങ്ങനെയാണ് സെൻട്രലിൽ നിൽക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു നമ്മൾ പഠിച്ചതാണ്. ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സൈഡിലേക്കായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്താണ്? ഗാൽവനോമീറ്റർ അവിടെ ഡിഫ്ലക്ട് ചെയ്യും. ഗാൽവനോമീറ്റർ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഡിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? ഒരു ദിശയിൽ മാത്രമായിരിക്കും അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് കേട്ടോ. നീഡിൽ ഓഫ് ദ ഗാൽവനോമീറ്റർ എങ്ങനെയാണ്? ഡിഫ്ലക്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ കേട്ടോ. ഡിഫ്ലക്സ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ, അതായത് ഒരു ദിശയിൽ മാത്രമായിരിക്കും അവിടെ ചലിക്കുന്നത്. അതേസമയം നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ്? ഗാൽവനോമീറ്റർ സൂചിയുടെ ചലനത്തിൽ എന്ത് മാറ്റമാണ് നമ്മളിവിടെ കണ്ടത്? ഡിഫ്ലക്സ് ഇൻ ബോത്ത് സൈഡ് അല്ലേ? ഈ ഒരു കേസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എങ്ങനെയാണ് ഡിഫ്ലക്സ് ഇൻ ബോത്ത് സൈഡ്സ് എന്ന് പറയാം. രണ്ട് സൈഡിലേക്കൂടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ഇരുവശത്തേക്കും ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഈസ് എ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇവിടുത്തെ ഉണ്ടായ കറണ്ട്, അവിടെ ലഭിച്ച വൈദ്യുതിയുടെ ദിശ എങ്ങനെയാണ്? ഒരേ ദിശയിലാണ് അവിടെ ലഭിച്ചത്. ഈ ഒരു കേസിൽ അവിടെ ഒരേ ദിശയിലല്ല, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മളൊരു സെല്ല് ഉപയോഗിച്ചപ്പോൾ ഒരു ഡയറക്ഷൻ, ഒരു ദിശയിലേക്ക് മാത്രമാണ് ഡിഫ്ലക്ട് ചെയ്തത്. അതായത് കറണ്ട് എങ്ങനെയാണ്? കറണ്ട് ദിശ എങ്ങനെയാണ്? ഓൺലി വൺ ഡയറക്ഷൻ അല്ലേ? ഒരു ദിശയിലേക്ക് മാത്രമാണ് അവിടെ കറണ്ട് ഡയറക്ഷൻ ഉണ്ടായത്. ഈ ഒരു കേസിൽ ചെയ്തപ്പോൾ എങ്ങനെയാണ്? രണ്ട് സൈഡിലേക്ക് ഉണ്ടായി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു ദിശയിൽ മാത്രമാണ്. അപ്പോൾ ഒരു ദിശയിൽ മാത്രമാണ് വൈദ്യുതി പ്രവഹിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയും. ഡയറക്റ്റ് കറണ്ട് കേട്ടോ. ഡയറക്റ്റ് കറണ്ട്, അല്ലെങ്കിൽ അതിനെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നതാണ് DC. മനസ്സിലാവുന്നുള്ളൂ? ഒരു ദിശയിലേക്ക് മാത്രമാണ് വൈദ്യുതി പ്രവഹിക്കുന്നെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ DC. ഇവിടെ എങ്ങനെയാണ്? ഇരു ദിശകളിലേക്കും ചലിക്കുന്നുണ്ട് അല്ലേ? രണ്ട് ദിശകളിലേക്കും എങ്ങനെയാണ് കറണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് കൃത്യമായ ഇടവേളകളിൽ ഒന്നിങ്ങോട്ട് പോകുന്നുണ്ട്, ആദ്യമേ ഇങ്ങോട്ട് പോകും, പിന്നെ എങ്ങനെയാണ്? പിന്നെ ഇങ്ങോട്ട് പോകും. കൃത്യമായ ഇടവേളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് കറണ്ട് ദിശ മാറുന്നുണ്ട്. മനസ്സിലാവും? അപ്പം അങ്ങനെയുള്ള വൈദ്യുതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയും കേട്ടോ. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഏതാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നതാണ് AC. മനസ്സിലാകുന്നത്? അതായത് ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായിട്ട് ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് ഉണ്ടാകുന്നുണ്ട്, രണ്ട് കേസിലും കറണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു കേസിൽ എങ്ങനെയാണ്? സെല്ല് ഉപയോഗിച്ചപ്പോൾ ഒരു ദിശയിലേക്ക് മാത്രം. ഇവിടെ എങ്ങനെയാണ്? ക്രമമായ ഇടവേളകൾ എങ്ങനെയാണ്? ദിശ തുടർച്ചയായിട്ട് ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ് കറണ്ടിന്റെ ഇല്ലേ? അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയും കേട്ടോ. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എന്താണ്? AC എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പം AC വൈദ്യുതിയും DC വൈദ്യുതിയും, AC കറണ്ടും DC കറണ്ടും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം AC എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കും ഇല്ലേ? ഡയറക്ഷൻ, ദിശ മാറിക്കൊണ്ടിരിക്കും. DC എന്ന് പറഞ്ഞാൽ എന്താണ്? ദിശ എങ്ങനെയാണ്? ഒരു ദിശയിലേക്ക് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് AC, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് ദ ഡയറക്റ്റ് കറണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇതാ നോക്കിയേ,
കറന്റ് ദാറ്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ അല്ലെ, ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ആണെങ്കിൽ അതാണ് ഡയറക്റ്റ് കറന്റ് ആണ്. ഒരേ ദിശയിൽ മാത്രം പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് ഡയറക്റ്റ് കറന്റ് അല്ലെങ്കിൽ ഡി സി. ക്ലിയർ ആയല്ലോ? ദ കറന്റ് ദാറ്റ് കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം, കൃത്യമായ ഇടവേളകളിൽ അല്ലെ, ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായിട്ട് ദിശ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറയാൻ സാധിക്കും? അതിന് നമുക്ക് പറയാം ഓൾട്ടർനേറ്റിംഗ് കറന്റ് അല്ലെങ്കിൽ എ സി എന്ന് പറയാം. മനസ്സിലായല്ലോ എ സിയും ഡി സിയും തമ്മിലുള്ള വ്യത്യാസം? അപ്പൊ എ സി എന്ന് പറഞ്ഞാൽ ഓർത്തോണം എന്താണ്? തുടർച്ചയായ ഇടവേളകളിൽ അല്ലെ ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായിട്ട് ദിശ മാറിക്കൊണ്ടിരിക്കുന്നു. ഡി സി എന്ന് പറയുമ്പോൾ എന്താണ്? ദിശ മാറുന്നില്ല. അപ്പൊ സെല്ല് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? ഡി സി ആണ് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടാവും? സെല്ല് നമ്മൾ ബാറ്ററി ഒക്കെ ഉപയോഗിക്കാറില്ലേ? ബാറ്ററി ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന കറണ്ട് ഏതാണ്? ഡി സി കറന്റ് ആണ്. അതേസമയം നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അപ്ലയൻസസ് ഒക്കെ ഉപയോഗിക്കുന്നില്ലേ, അതൊക്കെ എ സിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലേക്ക് കിട്ടുന്ന കറണ്ട് ഉണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, അത് എ സി ആണ്. ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായിട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ല ഇപ്പൊ നമ്മളൊരു ടോർച്ച് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇതൊക്കെ എന്താണ് ബാറ്ററി ഉപയോഗിച്ചിട്ടല്ലേ, അതൊക്കെ എന്താണ്? ഡി സി ആണ്. നമ്മൾ സപ്ലൈ കൊടുത്തില്ലെങ്കിലും വർക്ക് ചെയ്യുന്നത്, അതായത് ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതിനെല്ലാം എന്ത് നമുക്ക് പറയാം? ഡി സി കറണ്ട് ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം, ഡി സി ആണ് അവിടെ ഉപയോഗിക്കുന്നത് പറയാം. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന കറണ്ടാണ് എ സി എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഡി സിയിലും എ സിയിലും പ്രവർത്തിക്കുന്ന എന്താണ് സിറ്റുവേഷൻസ് ഏതൊക്കെയാന്ന് നോക്കുക കേട്ടോ. അത് നോക്കിയാ ഓപ്പറേറ്റ്സ് ഓൺ ഡി സി ഡയറക്റ്റ് കറന്റ്, അപ്പോൾ ഓപ്പറേറ്റ്സ് ഓൺ എ സി. ഡി സിയിൽ ഏതൊക്കെയാണ്? മൊബൈൽ ഫോൺ ഇല്ലേ, നമുക്കറിയാം അതാണ് ബാറ്ററി ഉപയോഗിച്ചിട്ടല്ലേ ഫോൺ വർക്ക് ചെയ്യുന്നത്. നമ്മൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്നത്, പക്ഷെ ചാർജ് ചെയ്ത് വെച്ചാൽ ആ കറണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ ഫോണിൽ ഡി സി ആണ്. ഡി സി മോട്ടർ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഡി സി മോട്ടർ, FM റേഡിയോ, ഇലക്ട്രോ മാഗ്നറ്റ് അല്ലേ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ഡ്രോണ്, ലാപ്ടോപ്പ്, ഫ്ലാഷ് ലൈറ്റ്, ടോർച്ച് ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ എന്താണ്? ഡി സി ആണ്, ഡയറക്റ്റ് കറന്റ് ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എ സിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ വീട്ടില് അല്ലേ, നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിയുമ്പോൾ വർക്ക് ചെയ്യുന്ന ഡിവൈസസുകളൊക്കെ ഇല്ല, അതൊക്കെയാണ് ഫാന്, മിക്സി അല്ലേ, മിക്സി ഉണ്ട്, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് അയണ്, ഇൻഡക്ഷൻ മോട്ടർ, ഫ്രിഡ്ജ്, ട്രാൻസ്ഫോമർ ഒക്കെ ഇല്ലേ, ട്രാൻസ്ഫോമർ, എയർ കണ്ടീഷണർ, വാഷിംഗ് മെഷീൻ, ഇതൊക്കെ എന്താണ്? എ സിയിൽ. നമുക്കിതൊക്കെ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമോ? ഒരു ഫ്രിഡ്ജിലേക്കൊക്കെ നമ്മൾ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമോ? ഇല്ല. ഇല്ല. ഒരു ഫാനിലേക്ക് ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമോ? ഇല്ല. ക്ലിയർ ആയല്ല പറഞ്ഞത്? അപ്പം ലോ വോൾട്ടേജ് ആവശ്യമായിട്ടുള്ള ഡിവൈസസുകളൊക്കെയാണ് സാധാരണയായിട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ കറന്റ് കേട്ടോ, ഹൈ കറന്റ് ആവശ്യമായിട്ടുള്ള ഡിവൈസസുകളൊക്കെയാണ് എ സിയിൽ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഡി സി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കറന്റ് ആണ്, ഒരു ദിശ, അത് ഓർത്തിരിക്കുക. ദെൻ എ സി എന്ന് പറയുമ്പം ദിശ ക്രമമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പം എ സിയും ഡി സിയും എങ്ങനെയാണ് നമുക്ക് ചെറിയ രീതിയിൽ ഉത്പാദിപ്പിക്കുന്നതെന്ന് മനസ്സിലായല്ലോ? ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് മനസ്സിലായല്ലോ. ഡി സി ചെറിയ ബാറ്ററി ഉപയോഗിച്ച് ഉത്പാദിപ്പിക്കാം, എ സി നമുക്ക് ഈ ചെറിയ സോളിനോയിഡും മാഗ്നറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. നമ്മുടെ വീടുകളിലേക്ക് കിട്ടുന്ന എ സി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള എ സി ഈ ചെറിയ മാഗ്നറ്റും സോളിനോയിഡും ഉപയോഗിച്ച് നമുക്ക് അത്രയും അതിൽ നിന്ന് കിട്ടുന്ന കറണ്ട് മതിയോ നമ്മുടെ വീടുകളിലേക്ക്? അല്ല. ശരിയല്ലേ പറഞ്ഞിരിക്കുന്നത്? വലിയ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം അല്ലേ, വലിയ അളവിൽ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. അപ്പം വലിയ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അവിടെ വേണ്ടത്? മെത്തേഡ് തന്നെയാണ്. എ സി ആണ് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ, എ സി ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് കണ്ടില്ലേ, എ സി ആണ് വേണ്ടത്, മാഗ്നറ്റും സോളിനോയിഡും ഇല്ലേ, ഈ ഒരു മെത്തേഡിൽ തന്നെയാണ്. പക്ഷെ വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ, അവിടെ എന്തൊക്കെ വേണം? ഇത് മാഗ്നറ്റ് വേണം, പിന്നെ എന്താണ് ഒരു ചലിപ്പിക്കാനുള്ള, ഇപ്പൊ സോളിനോയിഡ് വേണം, വേറെ ചലിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ വേണം ഇല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പം വലിയ അളവിൽ എങ്ങനെയാണ് നമുക്കിത് നിർമ്മിക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത് നോക്കാം. ക്ലിയർ ആണല്ലോ? ഇറ്റ് ഈസ് ദ സെയിം മാനർ ദാറ്റ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഓൺ എ ലാർജ് സ്കെയിൽ. ഇത് വലിയ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഇതേ രീതിയിലായിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് അറേഞ്ച്മെന്റ്സ് ആർ യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഓൺ എ ലാർജ് സ്കെയിൽ? ലാർജ് സ്കെയിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്തെല്ലാം അറേഞ്ച്മെന്റ്സ് വേണം? നമ്മളിവിടെ ഉപയോഗിച്ച ചെറിയൊരു മാഗ്നറ്റ് ആയിരുന്നു, അപ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് വേണം. ശരിയല്ലേ? ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് വേണം. പിന്നെ എന്താണ്, മൂവ് ചെയ്യണം. സോളിനോയിഡിലെ നമ്മൾ മൂവ് ചെയ്ത് അല്ലാതെ വേറൊരു എന്താണ് മൂവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം, ചലിപ്പിക്കാനുള്ള വേറൊരു മെക്കാനിസം അവിടെ വേണം. ക്ലിയർ ആയല്ലോ? പിന്നെ എന്ത് വേണം? ഒരു ആർമേച്ചർ വേണം കേട്ടോ. ആർമേച്ചർ നമ്മൾ പഠിച്ചതല്ലേ, മോട്ടറിന്റെ കേസിൽ പഠിച്ചതല്ലേ ആർമേച്ചർ അല്ലേ? ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം വേണം കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, റിങ്ങുകൾ
ഇല്ലേ? നമ്മൾ കണ്ടാണ് റിങ്സ് വേണം, അതുപോലെ തന്നെ ബ്രഷസും വേണം, അല്ലെ ലാർജ് അളവിൽ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വേണം. മെക്കാനിസം ഫോർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, അതായത് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതാണ് മെക്കാനിസം എന്ന് പറയുന്നത്. ചിലപ്പോൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉണ്ടാകും, തെർമൽ പവർ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാകും. അവിടെ ഏതാണോ ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം വേണം. ശക്തി കൂടിയ കാന്തം വേണം, റിങ്ങും ബ്രഷസും ഒക്കെ വേണം. ഓക്കെ ആണല്ലോ. അപ്പം ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലാർജ് സ്കെയില് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതവിടെ നോക്കിയേ, ഈ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്താണ്, നമുക്ക് ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോൾ അല്ലെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതാണ് വീടുകളിലാണേലും അല്ലെങ്കിൽ വേറെ പുറത്തൊക്കെ ആണേലും നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ നടത്തുമ്പോൾ ഈ ഒരു സംഭവം കാണാറുണ്ട്. ഇനി വലിയ വലിയ ഇവന്റുകളും കാര്യങ്ങളൊക്കെ നടത്തുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടൊരു എവിടെയെങ്കിലും പരിപാടി നടക്കുവാണെങ്കിൽ അവിടെ ഇതുപോലത്തെ വലിയ സംഭവങ്ങളും വെക്കാറുണ്ട്. എന്താണിത്? എന്താണ്? ജനറേറ്റേഴ്സ് ആണല്ലേ, ജനറേറ്റർ ആണ്. ഇതെന്താണ്? ജനറേറ്റർ ആണ്. മനസ്സിലായല്ലോ? നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പോർട്ടബിൾ ആയിട്ടുള്ള ഇതേതാണ്? പോർട്ടബിൾ ആയിട്ടുള്ള ജനറേറ്റർ ആണ്. നമുക്ക് കൊണ്ടുപോകാൻ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ജനറേറ്റർ ആണ്. അല്ലാതെ വലിയ വലിയ ഫാക്ടറീസിലൊക്കെ ഇത്തരത്തിലുള്ള ജനറേറ്ററുകളും വെക്കാറുണ്ട് അല്ലേ? കാരണം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഇല്ലേ? അപ്പം ഇതെന്താണ്? ജനറേറ്റർ ആണ്. ജനറേറ്ററിന്റെ യൂസ് എന്താണ്? വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഇറ്റ്? എന്താണ് ജനറേറ്ററിന്റെ യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി അല്ലേ? ടു ജനറേറ്റ് എന്താണ്? ഇലക്ട്രിസിറ്റി അല്ല ജനറേറ്റ് ചെയ്യാൻ. നമുക്കറിയാലോ ഈ പോർട്ടബിൾ ആയിട്ടുള്ള ജനറേറ്ററിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിലെങ്ങനെയാണ് നമ്മുടെ പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇവിടെ ഒരു മോട്ടർ ഉണ്ട്, ആ മോട്ടർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. കണ്ടല്ലേ? ഇതൊക്കെ ഒഴിച്ചിട്ട് നമ്മളിവിടെ സാധനം വലിച്ചു വിടും ഇല്ല, ഇവിടെ നിന്ന് വലിച്ചിടുമ്പോൾ മോട്ടർ വർക്ക് ചെയ്യും. എന്നിട്ട് അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ജനറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ എനർജി ട്രാൻസ്ഫോർമേഷൻ ഏതാണ്? നമ്മളിപ്പോൾ ഈ ഒരു കേസിലൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? പെട്രോളോ ഡീസലോ ഒക്കെ കൊടുക്കൂലേ? അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കും. കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ എന്താണ് അത് ഉപയോഗിച്ചിട്ട് എന്തിവിടെ സംഭവിക്കുന്നുണ്ട്? ഇവിടെ ഒരു റൊട്ടേറ്റ് ചെയ്യും. അതായത് ഇവിടെ ഒരു മെക്കാനിക്കൽ എനർജി, ഇവിടെ ഒരു മെക്കാനിക്കൽ വർക്ക് നടക്കുന്നുണ്ട്. ആ മെക്കാനിക്കൽ എനർജിയിൽ നിന്നാണ് എന്ത് ലഭിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ലഭിക്കുന്നത്. അപ്പോൾ ഈ ജനറേറ്ററിൽ നടക്കുന്ന എനർജി കൺവേർഷൻ ഏതാണ്? മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജിയാണ് മെയിൻലി. അപ്പം ഞാൻ ഈ ഒരു കേസ് പറയുമ്പോഴാണ് കെമിക്കൽ എനർജി എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ലാർജ് സ്കെയിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാടുകളിൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇല്ലേ? അപ്പോൾ വെള്ളം ടർബൈൻസിലേക്ക് വന്ന് വീഴുമ്പോൾ ഒന്നും സംഭവിക്കുന്നുണ്ട്, മെക്കാനിക്കൽ വർക്ക് നടക്കുന്നുണ്ട്. അതായത് മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. അപ്പം ജനറേറ്ററിൽ നടക്കുന്ന എനർജി കൺവേർഷൻ ഏതാണ്? മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. യാന്ത്രികോർജം എന്തായിട്ട് മാറുന്നുണ്ട്? വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടല്ലോ, ആ പ്രിൻസിപ്പിൾ കേട്ടോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കേട്ടോ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ മെക്കാനിക്കൽ എനർജിയും ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പലതരത്തിലുള്ള ജനറേറ്റർ ഉണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ പലതരത്തിലുള്ള ജനറേറ്റർ ആണ് കേട്ടോ. ഇൻവെർട്ടർ ടൈപ്പിലുള്ള ജനറേറ്റർ ഉണ്ട്, ഗ്യാസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന, ഗ്യാസ് ഉപയോഗിച്ച് മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റും. സോളാർ, പോർട്ടബിൾ ആയിട്ടുള്ള ഡീസൽ ജനറേറ്റേഴ്സ്, പിന്നെ ഗ്യാസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതും സ്റ്റാൻഡ് ബൈ, അതായത് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്ന ജനറേറ്റേഴ്സുകൾ, വലിയ കപ്പലുകളിലൊക്കെ ഇങ്ങനെയുള്ള വലിയ ജനറേറ്ററുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പലതരത്തിലുള്ള ജനറേറ്ററുകളുണ്ട്. അപ്പം ജനറേറ്റർ ഓർത്തിരിക്കുക, എന്താണ് അവിടെ നടക്കുന്നത്? മെക്കാനിക്കൽ എനർജി, മെയിനായിട്ട് അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് വെച്ചാൽ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. എന്തിൻ്റെ പ്രിൻസിപ്പിൾ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കേട്ടോ, EMI ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രിൻസിപ്പിളിൽ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അവിടെ നോക്കിയേ, എ ജനറേറ്റർ ഈസ് ദ ഡിവൈസ് ദാറ്റ് കൺവേഴ്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ബേസ്ഡ് ഓൺ ഏത് പ്രിൻസിപ്പിളാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഓർത്തോണം, എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അതാണ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കും, അതിൻ്റെ ഫലമായിട്ട് EMF ജനറേറ്റ് ചെയ്യുന്നു. EMFും കറണ്ടും ജനറേറ്റ് ചെയ്യുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ആ പ്രിൻസിപ്പിളിനെ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത്? ജനറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ജനറേറ്റർ രണ്ട് തരത്തിലുണ്ട് പ്രധാനമായിട്ടും.
AC ജനറേറ്ററും DC ജനറേറ്ററും കേട്ടോ. AC ജനറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ DC ജനറേറ്റർ ഉണ്ട്. ഇപ്പം നമ്മളെ ആദ്യത്തെ പാട്ടിൽ കണ്ടില്ലായിരുന്നു, അതും സോളിനോഡിനുള്ളിലേക്ക് കാന്തം കയറ്റുന്നു ഇല്ലേ, അല്ലെങ്കിൽ എന്താണ് കാന്തത്തിന്റെ അടുത്തേക്ക് സോളിനോഡ് കൊണ്ടുവന്നു. അപ്പം എങ്ങനെയാണേലും ഈ രണ്ട് പ്രോസസ്സിലാണേലും എന്താണ് അവിടെ മെക്കാനിക്കൽ വർക്ക്, മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുവാണ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുവാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ എന്താണ് കാന്തം ഇല്ലേ, മാഗ്നറ്റ് അവിടെ സ്റ്റേഷനറി ആയിട്ട് വെച്ചു, മാഗ്നറ്റ് ഇവിടെ സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് സോളിനോഡ് ഇല്ലേ, സോളിനോഡ് ഇങ്ങോട്ട് കൊണ്ടുവരിക ഇല്ലേ, അല്ലെങ്കിൽ എന്താണ് സോളിനോഡ് ഇവിടെ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് മാഗ്നറ്റ് അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പം ഏത് കേസിലും ഇപ്പൊ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് മെക്കാനിക്കൽ എനർജിയാണ്, മെക്കാനിക്കൽ എനർജിയെ എന്താക്കി മാറ്റുവാണ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുവാണ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റേഷനറി ആക്കി വെക്കണം കേട്ടോ. സ്റ്റേഷനറി ആക്കി വെക്കുന്നതിന് നമ്മൾ സ്റ്റേറ്റർ എന്ന് പറയും കേട്ടോ. റൊട്ടേറ്റ് ചെയ്യുന്നതിന് നമ്മൾ, അല്ലെങ്കിൽ എന്താണ് മൂവ് ചെയ്യുന്നതിന് നമ്മൾ റോട്ടർ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. നോക്കിയേ, വെൻ വി മൂവ് എ മാഗ്നറ്റ് ടുവാർഡ്സ് ആൻ ഇൻസുലേറ്റഡ് കോയിൽ ഓർ ബ്രിങ് ആൻ ഇൻസുലേറ്റഡ് കോയിൽ ടുവാർഡ്സ് മാഗ്നറ്റ്. കണ്ടല്ലേ, ഒന്നെങ്കിൽ മാഗ്നറ്റ് അല്ലെ ഒരു ഇൻസുലേറ്റഡ് കോയിലിലേക്ക് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഇൻസുലേറ്റഡ് കോയിൽ മാഗ്നറ്റിലേക്ക് മൂവ് ചെയ്യുക. അപ്പൊ എന്താണ് ദ വർക്ക് വി ഡു, അവിടെ നടക്കുന്ന വർക്ക് ഏതാണ്, മെക്കാനിക്കൽ എനർജി, അത് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ഏതെങ്കിലും ഒന്ന് സ്റ്റേഷനറി ആക്കി വെക്കണം, ഒന്ന് ചലിപ്പിക്കണം. മനസ്സിലാണല്ലോ. അപ്പം ലാർജ് സ്കെയിലിൽ നമ്മൾ കണ്ടു അല്ലെ, ലാർജ് സ്കെയിലിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണം. അപ്പൊ അതിനാവശ്യമായിട്ട് എന്താണ് ഫീൽഡ് മാഗ്നറ്റ് എന്തായാലും വേണം. പിന്നെ സോളിനോഡ് ഇല്ലേ, സോളിനോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സോളിനോഡ് നമ്മൾ മൂവ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ലാർജ് സ്കെയിലിൽ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്, ആർമേച്ചർ ആണ്. അല്ല DC മോട്ടോഴ്സിന്റെ കേസിലൊക്കെ കണ്ടില്ലേ. അപ്പം അതാണ്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലാർജ് സ്കെയിലിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള ജനറേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു, AC ജനറേറ്ററും DC ജനറേറ്ററും കേട്ടോ. AC ജനറേറ്റർ ഉണ്ട്, അത് AC പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരേ ദിശയിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഒരേ ദിശയിൽ ഉണ്ടാകുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള ജനറേറ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ. ദാ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചിത്രമാണ് കേട്ടോ, AC ജനറേറ്ററും DC ജനറേറ്ററും. എന്തൊക്കെയുണ്ട്, നമ്മൾ മോട്ടോർ പഠിച്ച പോലെ തന്നെ അല്ലേ, ഫീൽഡ് മാഗ്നറ്റ് ഇല്ലേ, അതാ ഇവിടെ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, AC-ക്കും DC-ക്കും ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. പിന്നെ എന്താണെന്ന് നോക്കിയാൽ ആർമേച്ചർ ഇല്ലേ, ആർമേച്ചർ രണ്ടിടത്തും ആർമേച്ചർ ഉണ്ട്. ക്ലിയർ ആയല്ലോ. പിന്നെ എന്താണ് ഇവിടുത്തെ വ്യത്യാസം നോക്കിയാൽ, നമ്മൾ DC മോട്ടോർ പഠിച്ചപ്പോൾ എന്താണ് പഠിച്ചത്, സ്പ്ലിറ്റ് റിംഗ് എന്ന് പഠിച്ചായിരുന്നു. സ്പ്ലിറ്റ് റിംഗ് ഇല്ല, ഒരൊറ്റ റിംഗ് ആണ് ഇല്ലേ, അത് ഒറ്റ ഇങ്ങനത്തെ ഒരൊറ്റ റിംഗ് ആണ്, അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കും ഇല്ലേ, ഒറ്റ റിംഗ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കും, അതാണ് സ്പ്ലിറ്റ് റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ രണ്ട് റിംഗ് ഉണ്ട്, അതിനെ പറഞ്ഞത് സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത്. രണ്ട് ഫുൾ റിംഗ് ആണ് കേട്ടോ, ഇങ്ങനെ രണ്ട് ഫുൾ റിംഗ് ആണ് ഇവിടെ ഉള്ളത്. അത് ബ്രഷസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒറ്റ ഒരു റിംഗില് അല്ലേ, ഒറ്റ ഒരു റിംഗ് ആണ്, അതിന്റെ സെന്റർ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്, അത് രണ്ട് ബ്രഷസുമായിട്ട് അതിന്റെ രണ്ട് സൈഡിൽ രണ്ട് ബ്രഷസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ എന്താണ് രണ്ട് ഫുൾ റിംഗ് ആണ് കേട്ടോ. സ്ലിപ്പ് റിംഗ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഏതിന് AC-ക്ക് അത് ഫുൾ റിംഗ് ആണ്, ഫുൾ ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ, ഫുൾ റിംഗ് ആണ്. ആ ഫുൾ റിംഗ് അതിന്റെ ഓരോ റിംഗിലേക്കുമാണ് ഇവിടെ ബ്രഷസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, കണ്ടോ, ഇതാ ഇത് നോക്കിയത്, ഈ റെഡ് ഭാഗം കണ്ടോ, ഈ റെഡ് ഭാഗം എന്താ ഈ ബ്രഷിലേക്ക് B1 ബ്രഷിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഈ ബ്ലൂ പോർഷൻ കണ്ടോ, ആർമേച്ചറിന്റെ ഈ ബ്ലൂ പോർഷൻ അത് എങ്ങോട്ട് വന്നിരിക്കുന്നു, ഇതാ ഇവിടെ ബ്രഷസ് B2ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതാണ് AC ജനറേറ്റർ. അപ്പൊ മെയിൻ ഡിഫറൻസ് എന്താണ്, AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിൽ? ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുപാട്, ആർമേച്ചർ, ഫീൽഡ് മാഗ്നറ്റ്, ബ്രഷസ് എല്ലാം ഉണ്ട്. എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്, സ്ലിപ്പ് റിംഗും സ്പ്ലിറ്റ് റിംഗും. മനസ്സിലായല്ലോ. നോക്കാം പാർട്സുകൾ. NS എന്ന് പറഞ്ഞ ഫീൽഡ് മാഗ്നറ്റ് ആണ്. DC ജനറേറ്ററും എന്താണുള്ളത്, ഫീൽഡ് മാഗ്നറ്റ് അല്ലെ. NS എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ABCD എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആർമേച്ചർ ആണ് അല്ലെ, ആർമേച്ചർ. AC-യിലും ആർമേച്ചർ ആണ്, DC-യിലും എന്താണ്, ആർമേച്ചർ ആണ്. ഇനി B1 B2 എന്ന് വെച്ചാൽ ബ്രഷസ് ഇല്ലേ, ബ്രഷസ് ആണ്. AC-യിലും ബ്രഷസ് ആണ്, B1 B2 ബ്രഷസ് ആണ്. എന്താണ് DC-യിലും എന്താണ്, ബ്രഷസ് ആണ്. ഇനി R1 R2, AC ജനറേറ്ററിന്റെ കേസിൽ R1 R2 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, R1 R2 എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് റിങ്ങുകളാണ് കേട്ടോ. അത് പ്രത്യേകം ഓർത്താണ്, സ്ലിപ്പ് എന്നാണ് കേട്ടോ, സ്ലിപ്പ് റിങ്, സ്ലിപ്പ് റിങ്സ് ആണ്. DC-യിൽ അത് എന്താണ്, സ്പ്ലിറ്റ് റിംഗ് ആണ്. ഓക്കെ ആണല്ലോ. അതാണ് ഒറ്റ ഒരു മെയിൻ വ്യത്യാസം. R1 R2 എന്ന് പറഞ്ഞാൽ എന്താണ്, AC-യിൽ സ്ലിപ്പ് റിംഗ് ആണ്, DC-യിൽ സ്പ്ലിറ്റ് റിംഗ് ആണ്. ഓക്കെ ആണല്ലോ. ഇതിന്റെ വർക്കിംഗ് ശരിക്കും നമ്മുടെ ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ കേട്ടോ. ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ പഠിച്ചതാണല്ലോ.
അപ്പൊ അതുപോലെ തന്നെയാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നു. റൈറ്റ് ഹാൻഡ് ആണെന്ന് മാത്രം, വലത് കൈ നമ്മൾ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ച് ഇടത് കൈയിലെ കേസ്, ഇടത് കൈ വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ വലത് കൈ കേസിലാണ്. അപ്പം ഈ ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് കണ്ടില്ലേ, തമ്പ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ഫോർ ഫിംഗർ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്, മിഡിൽ ഫിംഗർ എന്തിനാണ്, കറണ്ട്. സെയിം തന്നെയല്ലേ ലെഫ്റ്റ് ഹാൻഡ് റൂൾ കണ്ടില്ലേ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇതുപോലെ തന്നെയാണ്. റൈറ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ എന്തിന്റെ കേസിൽ, ജനറേറ്റേഴ്സിന്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഈ റൂളിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, ലാസ്റ്റ് ലാസ്റ്റുള്ള സിലബസിലൊക്കെ ഉണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു എന്താണ് ഈ റൂൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് വർക്ക് ചെയ്യുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്തിനാണ് ഉപയോഗിച്ചത്, ഡയറക്ഷൻ ഓഫ് മോഷൻ, അത് എങ്ങോട്ടാണ് ചലിക്കുന്നത്. ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ AC ജനറേറ്ററിന്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് മോഡൽ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ അത് ഇതിലേക്ക് ഞാൻ വെക്കുന്നില്ല. നമുക്ക് അതായത് ഈ വർഷത്തെ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വർക്കിംഗ് പഠിക്കാനില്ല കേട്ടോ. അപ്പം ഡൗട്ട് ഉള്ളവർ, കാണണമെന്നുള്ളവർ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളവർ ആ ഒരു വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയാം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. ഇതാ നോക്കിയേ, ഞാൻ പറഞ്ഞു ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു ഇല്ല. അതാ നോക്കിയാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ട്, തമ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, ഫോർ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞു. അതാ നോക്കിയാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അതാ ഇങ്ങോട്ട് നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് നമുക്കറിയാം. മനസ്സിലായല്ലോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എന്നിട്ട് എന്താണ്, നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണൽ വർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യും. അതായത് ഇപ്പൊ വെള്ളം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ തെർമൽ ഇതുണ്ടല്ലോ, അങ്ങനെ ഉപയോഗിച്ച് എന്താണോ നമ്മുടെ പവർ സ്റ്റേഷൻ ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഏത് എനർജിയാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് നമ്മൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അതായത് ഇവിടുത്തെ ആർമേച്ചർ, ഈ ആർമേച്ചർ ഇവിടെ റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പം പ്ലെയിൻ ആയിട്ടിരിക്കുകയാണ്, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ റൊട്ടേഷൻ വരും. അതായത് ഇപ്പം ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ റെഡ് പോർഷൻ ഉണ്ട്, റെഡ് പോർഷൻ മുകളിലേക്ക് ചലിക്കും. അതിന്റെ തമ്പ് എന്ന് പറഞ്ഞാൽ ചലനത്തെ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ, തമ്പ് മുകളിലോട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ AB എന്ന് പറഞ്ഞ സൈഡ് മുകളിലോട്ട് പോകും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്കാണ്. ഓക്കെ ആണല്ലോ. ദെൻ അപ്പം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ നമ്മുടെ മിഡിൽ ഫിംഗറിന്റെ ഇതിലേക്കായിരിക്കും. അപ്പം ആ ഒരു രീതിയിലായിരിക്കും കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ടച്ചോടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിയേ, തമ്പ്, ഇതാണ് തമ്പ്, അത് മോഷനെ റെപ്രസെന്റ് ചെയ്യും. ഫോർ ഫിംഗർ അതാണ് മാഗ്നറ്റിക് ഫീൽഡ്, കണ്ടില്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ദെൻ അത് ചലിക്കുന്ന എങ്ങോട്ടാണ്, മുകളിലോട്ട് ചലിക്കുകയെന്ന് ചോദിച്ചത്, റൊട്ടേറ്റ് ചെയ്യുക. ആദ്യമേ ഈ പോർഷൻ, അത് ABCD എന്നാണ് കൊടുത്തിരിക്കുന്നത് വിചാരിച്ചു. അപ്പം ആദ്യമേ AB എന്ന് പറഞ്ഞ പോർഷൻ മുകളിലോട്ട് ചലിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, അപ്പം നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് മിഡിൽ ഫിംഗർ ആണ് കറണ്ട്. അപ്പൊ കറണ്ട് ഡയറക്ഷൻ ഏതാണ്, ദാ ഈ രീതിയിലാണ്. ഈ CD എന്ന് പറഞ്ഞിരിക്കുന്ന പോർഷനിൽ വരുമ്പോ എന്താണ്, താഴേക്കല്ലേ, CD പോർഷൻ എങ്ങനെയാണ്, താഴേക്ക്, അതായത് ചലനം അല്ലെ, മൂവ് ചെയ്യുന്ന താഴേക്ക്, തമ്പ് താഴേക്ക് കാണിച്ചു. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് തന്നെയാണ്. അപ്പൊ കറണ്ട് എങ്ങനെയാണ്, ദാ ഈ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പൊ ആ രീതിയിലാണ് കറണ്ട് ഡയറക്ഷൻ. അതാ നോക്കി, ആദ്യത്തെ ഒരു കേസ് വരുമ്പോൾ അതാ ഇതിലും വഴി കറണ്ട് പോയിട്ട് ഇതാ ഇങ്ങോട്ട് കറണ്ട് ഈ ഒരു രീതിയിൽ വരും. അപ്പം ഈ ഒരു പോർഷൻ CD എന്ന് പറഞ്ഞ പോർഷൻ എന്താ ഏതുമായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്, ബ്ലൂ ഇതുണ്ടല്ലോ, ആ ഭാഗം എന്താ നോക്കിയേ, ഈ ഏത് റിങ്ങുമായിട്ടാണ്, ഈ R2 എന്ന് പറഞ്ഞ റിങ്ങുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ കറണ്ട് ഇതാ ഇങ്ങനെ പോകും, ഇതിലും വഴി കറണ്ട് ഇങ്ങനെ പോകും. എന്നിട്ട് ഇതാ എന്താണ്, ഇതിനെ തിരിച്ചു ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി അത് പകുതി റൊട്ടേഷൻ ആകുന്ന ഒരു കേസിലാണ് കേട്ടോ. ഇതിപ്പോ താഴെ വന്നു, ഈ താഴെ ഭാഗത്ത് വന്നു വിചാരിച്ചു CD. ഇനി CD തിരിച്ച് മുകൾ ഭാഗത്ത് വരും. അപ്പം കറണ്ട് ഡയറക്ഷൻ എങ്ങനെയാണ്, അവിടെ തിരിയുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ മോഡലിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് നോക്കുവാണെങ്കിൽ ഇച്ചിരി മനസ്സിലാകാൻ സാധിക്കും കേട്ടോ. വീഡിയോ കൊടുത്തിട്ടുണ്ട്, കാണുക കേട്ടോ. അങ്ങനെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ കറങ്ങുമ്പോൾ എന്താണ്, ഓരോ പ്രാവശ്യവും ഇതിന്റെ ഡയറക്ഷൻ അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പോകുന്ന കറണ്ടിന്, അതായത് ഈ ആദ്യമേ പോകുന്ന, അതായത് CD എന്ന് പറയുന്ന പോർഷൻ താഴെ ഭാഗത്താകുമ്പോൾ കറണ്ട് ഇതാ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. ഇനി CD കറങ്ങി തിരിഞ്ഞിതാ ഇവിടെ വരിക, മുകൾ ഭാഗത്ത് വരും. മുകൾ ഭാഗത്ത് വരുമ്പോൾ കറണ്ട് തിരിച്ചായിരിക്കും പോകുന്നത്. അപ്പോൾ ഓരോ സമയത്തും എന്താണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നാണ് കറണ്ട് ഡയറക്ഷൻ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, AC ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം വൈദ്യുതി ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വരുന്നുണ്ട്. അതിന് സഹായിക്കുന്ന ആരാണ്, സ്ലിപ്പ് റിംഗ് ആണ് ഇവിടെ AC ജനറേറ്ററിന്റെ കേസിൽ അവിടെ സഹായിക്കുന്നത്.
മനസ്സിലായല്ലോ. അപ്പം ഈ ആർമേച്ചറിൽ എപ്പോഴും ഉണ്ടാകുന്നത്, ഇപ്പൊ ഡി സിയുടെ കേസിലാണേലും ആർമേച്ചറിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? AC തന്നെയാണ്. ഡയറക്ഷൻ ഓരോ പ്രാവശ്യം ചെയ്തുകൊണ്ടില്ല, ഓരോ പ്രാവശ്യം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഈ CD പോർഷൻ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ്, പിന്നെ അവിടെ CD കൂടെ ഉള്ള കറണ്ട് ഡയറക്ഷൻ ഏതാണ്? ഈ ഒരു ഡയറക്ഷനിലാവും. അപ്പോൾ ആർമേച്ചറിലുള്ള കറണ്ട് ഡയറക്ഷൻ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കും. അത് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായത്? എക്സ്റ്റേണൽ സർക്യൂട്ട് ഇപ്പം വരുമ്പോൾ എന്താണ്, എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ തുടർച്ചയായിട്ട് മാറുന്നതിന് സഹായിക്കുന്നതാണ്. AC കേസിൽ എന്താണ്, സ്ലിപ്പ് റിംഗ് ആണെന്ന് പറഞ്ഞു. DC കേസിൽ വരുമ്പോൾ എന്താണ്, DC കേസിൽ ഇവിടെ ഈ ആർമേച്ചർ, ഈ DC കേസിലും ആർമേച്ചറിൽ ഉണ്ടാകുന്ന എന്ത് തന്നെയാണ്? AC ആണ്. അത് പിന്നെ പുറത്തേക്ക് വരുമ്പോൾ DC ആക്കി മാറ്റുന്ന ഇവിടെ സഹായിക്കുന്ന ആരാണ്? സ്പ്ലിറ്റ് റിംഗ് ആണ്. ആർമേച്ചറിൽ രണ്ട് കേസിലും ആർമേച്ചറിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി ഏതാണ്? AC തന്നെയാണ്. തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അത് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ എന്താണ്, അത് ദിശ മാറുന്നതും അല്ലെങ്കിൽ ഒരേ രീതിയിൽ പോകുന്നതിന് സഹായിക്കുന്നത് ആരൊക്കെയാണ്? സ്പ്ലിറ്റ് റിങ്ങുകളും അതുപോലെ സ്ലിപ്പ് റിങ്ങുകളാണ്. AC കേസിൽ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കാൻ സഹായിക്കുന്നത് സ്ലിപ്പ് റിംഗ് ആണ്. DC കേസിലാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് AC തന്നെയാണ്. പിന്നെ അത് ഒരേ രീതിയിലേക്ക് വരാൻ ഇവിടെ എന്താണ്, കറണ്ട് ഇല്ലുമ്പോഴും പോയി ഇതിങ്ങനെ കേട്ടോ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ സഹായിക്കുന്നവർ സ്പ്ലിറ്റ് റിംഗ് ആണ് കേട്ടോ. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിലബസിൽ ഇപ്പോൾ പറയുന്നില്ല, ലാസ്റ്റ് ഇയറിലെ സിലബസിൽ ഉണ്ടായിരുന്നു. അപ്പം അതിൽ കൃത്യമായിട്ട് AC DC ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ അത്യാവശ്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതാ നോക്കിയേ, വാട്ട് ഹാപ്പൻസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ലിങ്ക്ഡ് വിത്ത് ദ ആർമേച്ചർ കോയിൽ വെൻ ദ ആർമേച്ചർ ഓഫ് ദ ജനറേറ്റർ റൊട്ടേറ്റ്സ്. ജനറേറ്റർ അല്ലെ, ജനറേറ്ററിന്റെ ആർമേച്ചർ കണ്ടില്ലേ, ആർമേച്ചർ ഇവിടെ കറക്കുമ്പോൾ ആർമേച്ചർ കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡലം രേഖകൾക്ക് എന്ത് സംഭവിക്കും? കാന്തിക മണ്ഡല മാഗ്നറ്റിക് ഫ്ലക്സിന് എന്താ സംഭവിക്കുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ചേഞ്ച് ചെയ്യും അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ് എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം അല്ലേ. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സിന് അവിടെ എന്താണ്, ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആണെന്ന് പറഞ്ഞത്. ആർമേച്ചറിൽ എങ്ങനെയാണ് ഫ്ലക്സ് വ്യതിയാനം ഉണ്ടാകുന്നു എന്ന് പറയാം. ആർമേച്ചറിൽ ഫ്ലക്സ് വ്യതിയാനം ഉണ്ടാകുന്നു, എഴുതുക കേട്ടോ. ഇനി വിൽ കറന്റ് ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ വെൻ ദെയർ ഇസ് ചേഞ്ച് ഇൻ ഫ്ലക്സ്. അത് ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുക ആർമേച്ചറിൽ വൈദ്യുതി പ്രേരണം ചെയ്യുവോ? ചെയ്യും ഇല്ലേ, നമ്മൾ പഠിച്ചതല്ലേ, ഫ്ലക്സിന് ഇവിടെ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഈ സംഭവം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പൊ ഫ്ലക്സ് കട്ട് ചെയ്യും. അപ്പൊ ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ EMF ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്താണ്, കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി. മനസ്സിലായല്ലോ. ഇനി will there be a change in the direction of the current induced in the armature? ആർമേച്ചറിൽ പ്രേരണം ചെയ്യപ്പെടുന്ന വൈദ്യുതിയുടെ ദിശയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടല്ലോ. ആർമേച്ചറിൽ അവിടെ ഉണ്ടാകുന്ന വൈദ്യുതി അല്ലെങ്കിൽ കറണ്ട് ദിശയ്ക്ക് അവിടെ എങ്ങനെയാണ് വ്യത്യാസം ഉണ്ടാകുന്ന ദിശ എങ്ങനെയാണ്? കണ്ടിന്യൂസ്ലി ചേഞ്ചസ് അല്ലേ. അപ്പോൾ വൈദ്യുതിയുടെ ദിശ എങ്ങനെയാണ്? കണ്ടിന്യൂസ്ലി ചേഞ്ചസ് എന്ന് പറയാം കേട്ടോ. കണ്ടിന്യൂസ്ലി ചേഞ്ചസ് എന്ന് പറയാം, അതായത് തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി will the current induced in the armature be AC or DC? ആർമേച്ചറിൽ പ്രേരണം ചെയ്യപ്പെടുന്ന വൈദ്യുതി ഏതാണ്? AC ആണോ DC ആണോ? AC ആണ്. ആർമേച്ചറിൽ ഉണ്ടാകുന്ന വൈദ്യുതി AC ആണ്. അത് പിന്നെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? സ്ലിപ്പ് റിംഗ് വഴിയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന AC ആയിരിക്കും. സ്പ്ലിറ്റ് റിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഏതായിരിക്കും? DC ആയിരിക്കും. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, ആർമേച്ചറിൽ ഉണ്ടാകുന്ന വൈദ്യുതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് തന്നെയാണ്? AC ആണ്. ഇനി വിച്ച് മെക്കാനിസം ട്രാൻസ്ഫേഴ്സ് എ കറന്റ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട്? രണ്ടിന്റെ ആർമേച്ചറിൽ ഉണ്ടാകുന്ന ഏതാന്ന് പറഞ്ഞു? AC ആന്ന് പറഞ്ഞു ഇല്ലേ. രണ്ടിന്റെയും കേസിൽ ആർമേച്ചറിൽ ഉണ്ടാകുന്ന AC ആണ്. ആ ആർമേച്ചറിൽ ഉണ്ടാകുന്ന AC-നെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനം ഏതാണ്? AC ജനറേറ്ററിലാണെങ്കിൽ ഏതാണ്? സ്ലിപ്പ് റിംഗും ബ്രഷസും ആണ്. DC-യിൽ ഏതാണ്? സ്പ്ലിറ്റ് റിംഗ്. DC-യിൽ സ്പ്ലിറ്റ് റിംഗും അതുപോലെ തന്നെ ബ്രഷസും. അതാണ് വ്യത്യാസം. രണ്ടിന്റെയും എവിടെ ഉണ്ടാകുന്നത്? ആർമേച്ചറിൽ ഉണ്ടാകുന്ന AC ആണ്. പ്രത്യേകം ഓർത്തോണം കേട്ടോ. ആർമേച്ചറിൽ രണ്ടിന്റെ കേസിലും ആർമേച്ചറിൽ ഉണ്ടാകുന്ന ഏത് തന്നെയാണ്? AC ആണ്. അത് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് പോകുമ്പോൾ AC-യുടെ കേസിൽ, AC ജനറേറ്ററിന്റെ കേസിൽ എന്താണ്? സ്ലിപ്പ് റിംഗ് വഴി കേട്ടോ, സ്ലിപ്പ് റിംഗും ബ്രഷസ് വഴിയും. DC-യിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? സ്പ്ലിറ്റ് റിംഗും ബ്രഷസ് വഴിയാണ് പോകുന്നത്.
Then what is the function of split rings in DC generator? DC generatorന്റെ കേസിൽ സ്പ്ലിറ്റ് റിംഗിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ പഠിച്ചല്ലേ സ്പ്ലിറ്റ് റിംഗിന്റെ ഫംഗ്ഷൻ എന്താണ്? ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ സ്പ്ലിറ്റ് റിംഗിന്റെ ഫംഗ്ഷൻ എന്താണ്? ഡയറക്ഷൻ ഓഫ് കറന്റിന്റെ ഡയറക്ഷൻ അല്ലേ വ്യത്യാസം മാറ്റാൻ വേണ്ടിയാണ് അവിടെ സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് പറയാം? ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് എന്ന് പറയാം. ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറന്റിന്റെ ദിശ ഇല്ല. ഡി സി ജനറേറ്ററിൽ ഓരോ ഹാഫ് റൊട്ടേഷനിലും ഇങ്ങനെ സ്പ്ലിറ്റ് റിംഗിന്റെ സ്ഥാനം മാറുമല്ലേ? ഓരോ ഹാഫ് റൊട്ടേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ്? ആദ്യം ഇവിടെ R1 അറ്റാച്ച് ചെയ്തിരിക്കുന്നു ബ്രഷ്, അടുത്ത റൊട്ടേഷൻ ആകുമ്പോൾ ഇവിടെ അല്ലേ നമ്മൾ കണ്ടല്ലേ ഡി സി മോട്ടറിന്റെ കേസിൽ കണ്ടതാണ്. എന്താണ് R1 എന്ന് പറഞ്ഞിരിക്കുന്നത് B2 ബ്രഷുമായിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഓരോ കേസിലും അവിടെ എങ്ങനെയാണ് കറന്റ് ഡയറക്ഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഡി സി ജനറേറ്ററിൽ ഒരേ ദിശയിലായിരിക്കും അവിടെ വൈദ്യുതി പ്രവഹിക്കുന്നത്. മലയാളം മീഡിയത്തിലെ കുട്ടികൾ ശ്രദ്ധിക്കോട്ടോ. ഡി സി ജനറേറ്ററിൽ എങ്ങനെയാണ് ഓരോ അർദ്ധഭ്രമണത്തിലും സ്പ്ലിറ്റ് റിങ്ങുകളുടെ സ്ഥാനം പരസ്പരം മാറുന്നു ഇല്ലേ? അതിനാൽ വൈദ്യുതിയുടെ ദിശ വീണ്ടും ഇല്ലേ വൈദ്യുതിയുടെ ദിശ അവിടെ വീണ്ടും വിപരീതമാവുകയും എക്സ്റ്റേണൽ സർക്യൂട്ട് അല്ലെങ്കിൽ ബാഹ്യ സർക്യൂട്ടിൽ ഒരേ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്നതിനും സാധ്യമാവുന്നുണ്ട്. അപ്പൊ ഓർക്കേണ്ട മെയിൻ പോയിന്റ് ഏതാണ്? ആർമേച്ചറിൽ ഉണ്ടാകുന്ന AC ആണ്. എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് ഡി സി ആവുന്നതും എ സിയിൽ തന്നെ തുടരുന്നതിനും കാരണം എന്താണ്? അവിടുത്തെ റിങ്ങുകളാണ്. AC ജനറേറ്ററിലാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് റിങ്ങുകളും, DC ജനറേറ്ററിലാവുകയാണെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവിടെ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറന്റ് വ്യത്യാസപ്പെടുന്നതിന് കാരണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ദാറ്റ് ഈസ് AC ആൻഡ് DC ജനറേറ്റർ. മനസ്സിലായല്ലോ? അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ഒക്കെ നമുക്ക് എന്ത് പറയാം? ആർമേച്ചർ, ഫീൽഡ് മാഗ്നറ്റ് ഇതെല്ലാം സെയിം ആണ്. ആകെ ഒരു വ്യത്യാസം ഏതാണ്? റിങ്ങുകളാണ്. AC യിലാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് റിംഗ് ആണ്, AC യിൽ സ്ലിപ്പ് റിംഗ് ആണ്, DC യിലാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് റിംഗുമാണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അതായത് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ AC ആൻഡ് DC എന്നുള്ളത്. എന്ത് പറയാം? AC ജനറേറ്ററിൽ ഏതാണ്? സ്ലിപ്പ് റിംഗ് ഉപയോഗിക്കുന്നു. സ്ലിപ്പ് റിങ്ങുകളാണ് AC യിൽ ഉപയോഗിക്കുന്നത്. DC യിൽ എന്താണ്? സ്പ്ലിറ്റ് റിംഗ് ആണ്. അതാണ് മെയിൻ ഡിഫറൻസ് കേട്ടോ. പിന്നെ AC യിൽ എങ്ങനെയാണ്? AC is the same in the armature and the external circuit. AC ജനറേറ്ററിലാണെങ്കിൽ ആർമേച്ചറിലും എക്സ്റ്റേണൽ സർക്യൂട്ടിലും എന്ത് തന്നെയാണ്? AC തന്നെയാണ്. DC യിൽ വരുമ്പോൾ എന്താണ്? DC യിൽ വരുമ്പോൾ ആർമേച്ചറിൽ ഏതാണ്? AC തന്നെയാണ്. പക്ഷെ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ വരുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്? നമ്മൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണ്? DC ആയിട്ട് മാറുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ദ ബ്രഷസ് ഡസ് നോട്ട് ചേഞ്ച്. AC ജനറേറ്ററിൽ സ്ലിപ്പ് റിംഗും ബ്രഷസുമായിട്ടുള്ള കോണ്ടാക്ട് അവിടെ മാറുന്നില്ല. അതേസമയം DC ജനറേറ്റർ വരുമ്പോൾ എങ്ങനെയാണ്? സ്പ്ലിറ്റ് റിംഗ് അലോ ദ ബ്രഷസ് ടു കം ഇൻ കോണ്ടാക്ട് വിത്ത് ദം ഓൾട്ടർനേറ്റ്ലി എവറി ഹാഫ് റൊട്ടേഷൻ. നമ്മൾ കണ്ടു ഓരോ ഹാഫ് റൊട്ടേഷനിലും ബ്രഷസും സ്പ്ലിറ്റ് റിംഗും ആയിട്ടുള്ള കോണ്ടാക്ട് അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ AC ആൻഡ് DC. പഠിക്കോട്ടോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റൈറ്റ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ AC ആൻഡ് DC. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? റിംഗ്സുകളാണ്, സ്ലിപ്പ് റിംഗും സ്പ്ലിറ്റ് റിംഗും. ഓക്കെ ആണല്ലോ? പിന്നെ ചോദിക്കാം ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് ഏതാണ്? രണ്ടിന്റെ കേസിലും AC ആണ്. DC യിലേക്ക് വരുമ്പോൾ അത് എന്താണ്? DC ആയിട്ട് മാറുന്നുണ്ട്. അതിന് കാരണം ഏതാണ്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നുണ്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടത് ഇവിടെ എന്താണ്? ആർമേച്ചർ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുവാണ്. ശരിയല്ലേ? നമ്മുടെ ഫീൽഡ് മാഗ്നറ്റ് ഇല്ലേ? ഫീൽഡ് മാഗ്നറ്റ് അവിടെ നിശ്ചലമാക്കി വെച്ചുകൊണ്ട് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞായിരുന്നു ഒന്നെങ്കിൽ സോളിനോയിഡ് ഇല്ലേ? സോളിനോയിഡ് റൊട്ടേറ്റ് ചെയ്യുക, ഫീൽഡ് മാഗ്നറ്റ് നമ്മളുടെ മാഗ്നറ്റ് അവിടെ സ്റ്റേഷനറി ആക്കി വെച്ചു. അല്ലെങ്കിൽ സോളിനോയിഡ് സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു കേസ് നമുക്ക് എങ്ങനെയായാലും അവിടെ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലും കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കി. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC ജനറേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഇവിടെ നമ്മൾ മാഗ്നറ്റ് സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ DC ജനറേറ്ററിന്റെ കേസിൽ DC ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പം ഈ DC ജനറേറ്ററിന്റെ കേസ് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുക. അതായത് ഈ ആർമേച്ചർ ഉണ്ടല്ലോ, ആർമേച്ചറിനെ നമ്മളിവിടെ സ്റ്റേഷനറി ആക്കി വെച്ചു. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് ഈ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ടല്ലോ, ഈ ഫീൽഡ് മാഗ്നറ്റിനെ നമ്മളങ്ങ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. മനസ്സിലായോ? DC ജനറേറ്ററിൽ ആർമേച്ചർ നമ്മൾ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫീൽഡ് മാഗ്നറ്റിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? എന്തായിരിക്കാം അവിടെ ഉണ്ടാകുന്ന വൈദ്യുതി ഏതായിരിക്കും? എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ലഭിക്കുന്ന വൈദ്യുതി ഏത് തരത്തിലുള്ള വൈദ്യുതി ആയിരിക്കും അവിടെ ലഭിക്കുന്നത്? പറയാൻ പറ്റുമോ?
മനസ്സിലായ പറഞ്ഞത് ഫീൽഡ് മാഗ്നറ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു, ആർമേച്ചർ അവിടെ എന്താണ് സ്റ്റേഷനറി ആക്കി വെക്കുന്നു. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആർമേച്ചർ നിശ്ചലമാക്കി വെച്ചുകൊണ്ട് ഫീൽഡ് മാഗ്നറ്റ് കറക്കിയാലും എക്സ്റ്റേണൽ സർക്യൂട്ടിൽ അവിടെ ലഭിക്കുന്ന എന്താണ്? AC തന്നെ ആയിരിക്കും. അതിന് കാരണം എന്താണ്? സ്പ്ലിറ്ററിംഗ് ഇവിടെ എന്താണ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത്? ഇവിടെ സ്പ്ലിറ്ററിംഗിന്റെ പൊസിഷൻ മാറുന്നുണ്ടോ? സ്പ്ലിറ്ററിംഗ് അവിടെ സ്റ്റേഷനറി ആക്കി വെച്ചു, ഫീൽഡ് മാഗ്നറ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യും, ആർമേച്ചറിൽ വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യും. മാഗ്നറ്റ് ഇവിടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആർമേച്ചറോടെ വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യും. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഫലമായിട്ട് എന്താണ് അവിടെ നമ്മുടെ EMI ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അവിടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പം അതിന്റെ ഫലമായിട്ട് അവിടെ AC തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. കാരണം ഇവിടെ നമുക്ക് ആർമേച്ചർ ഉണ്ടാകുന്ന AC ആണ്, അതിനെ നമ്മൾ എന്താണ് സ്പ്ലിറ്ററിംഗ് ഉപയോഗിച്ചിട്ടല്ല DC ആക്കി മാറ്റുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഇതിനെ സ്റ്റേഷനറി ആക്കി വെക്കുന്നുണ്ട്, ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കി വെക്കുന്നതുകൊണ്ട് എന്താണ് ഇവിടെ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. കറണ്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഏത് തന്നെയാണ്? AC തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കുക, വാട്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി വിൽ ബി ഒബ്റ്റൈൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് if the armature of a DC generator is kept stationary and the field magnet is rotated. DC ജനറേറ്ററിന്റെ ആർമേച്ചർ നിശ്ചലമാക്കി ഫീൽഡ് കാന്തം കറക്കിയാൽ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുന്ന വൈദ്യുതി ഏത് തരമായിരിക്കും? എന്തുകൊണ്ട്? ഏത് തരമായിരിക്കും അവിടെ കിട്ടുന്നത്? AC ആണ് അവിടെ കിട്ടുന്നത്. അതിന് കാരണം എന്താണ്? ആർമേച്ചർ അവിടെ സ്റ്റേഷനറി ആക്കി വെക്കുന്നുണ്ട്. സ്റ്റേഷനറി ആക്കി വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്പ്ലിറ്ററിങ്ങിന് അവിടെ ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പം ഓൾറെഡി ആർമേച്ചറിൽ ഉണ്ടാകുന്ന ഏതിനാണ്? AC തന്നെയാണ്. അപ്പം അതിന്റെ ഫലമായിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ AC തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. അതവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. When the field magnet rotates, the direction of the magnetic field around the stationary armature changes continuously. ഇല്ല, നമ്മൾ കണ്ടല്ലേ, ഏതെങ്കിലും ഒരെണ്ണം സ്റ്റേഷനറി ആക്കിയിട്ട് മറ്റേ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് കറണ്ട് അവിടെ EMI ഇലക്ട്രോമാഗ്നറ്റിക് മൂലം അവിടെ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ആർമേച്ചർ ചേഞ്ച് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വഴി അതിന്റെ ഫലമായിട്ട് EMF ഇൻഡ്യൂസ് ചെയ്യും. സിൻസ് ദ ഡയറക്ഷൻ ഓഫ് ദ EMF കീപ് ചേഞ്ചിങ്, ദ കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഓൾസോ ചേഞ്ച് ദ ഡയറക്ഷൻ. അല്ലേ, EMFന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, അതിന്റെ ഫലമായിട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഹാൻഡ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ആൻസർ ആണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. DC ജനറേറ്ററിന്റെ ആർമേച്ചർ നിശ്ചലമാക്കി ഫീൽഡ് കാന്തം കറക്കിയാൽ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുന്ന AC തന്നെയായിരിക്കും. ഫിൽറ്ററിങ്ങുകളുടെ സ്ഥാനം പരസ്പരം മാറുന്നില്ല, അതിനാൽ ഓരോ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഓരോ ഭ്രമണത്തിലും ആർമേച്ചറിൽ വൈദ്യുതിയുടെ ദിശ വിപരീതമാവുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവിടെ ഉണ്ടാകുന്നത് AC ആണ്. അപ്പോൾ ആർമേച്ചറിൽ വൈദ്യുതിയുടെ ദിശ വിപരീതമാകുമ്പോൾ അല്ലേ, വൈദ്യുതിയുടെ ദിശ വിപരീതമാകുമ്പോൾ എന്താണ് വൈദ്യുതിയുടെ ദിശ വീണ്ടും വിപരീതമാകുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു പ്രാവശ്യം കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് ആർമേച്ചറിൽ, അത് പിന്നെയും ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? സ്പ്ലിറ്ററിംഗ് ആണ്. ഇപ്പം പക്ഷേ സ്പ്ലിറ്ററിംഗ് അവിടെ അനങ്ങുന്നില്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ ഡയറക്ഷൻ അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അത് മലയാളം മീഡിയത്തിലുള്ളവർ ഇത് മനസ്സിലാക്കി എഴുതുക കേട്ടോ. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ആർമേച്ചറിൽ ഉണ്ടാകുന്ന AC തന്നെയാണ്. ഇവിടെ ആർമേച്ചർ അവിടെ സ്റ്റേഷനറി ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇല്ലേ. അപ്പം ആ AC തന്നെയാണ് എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ടും വരുന്നത്. കാരണം സ്പ്ലിറ്ററിംഗ് അവിടെ എന്താണ് റൊട്ടേഷൻ സംഭവിക്കുന്നില്ല, സ്പ്ലിറ്ററിംഗ് അവിടെ ഒരേ രീതിയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന AC തന്നെയായിരിക്കും എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്കും വരുന്നത് കേട്ടോ. കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഞാൻ പറഞ്ഞാൽ ഇച്ചിരി ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് AC എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, DC എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് തമ്മിലുള്ള വ്യത്യാസം, കാരണം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്തെന്നൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇച്ചിരി സമയം എടുത്ത് പഠിക്കണം. ഈ ഒരു സെക്ഷൻ ഇച്ചിരി ടൈം എടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. സ്പീഡിൽ ഓടിച്ച് പോകാതെ കൃത്യമായിട്ട് ഇച്ചിരി സമയം എടുത്ത് തന്നെ മനസ്സിലാക്കി പഠിക്കുക. ദാറ്റ് ഈസ് AC ആൻഡ് DC ജനറേറ്റർ. ഇനി ഇതിന്റെ വേവ് ഫോം ഉണ്ട്. വേവ് ഫോമിന്റെ വ്യത്യാസം അല്ലെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കണ്ടില്ലേ? AC ആവുകയാണെങ്കിൽ കണ്ടില്ലേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. അതായത് കണ്ടില്ല, ഇത് പോസിറ്റീവ് ഡയറക്ഷൻ, ഇത് നെഗറ്റീവ് ഡയറക്ഷൻ AC കേട്ടോ. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ AC DC എന്നൊക്കെ ചോദിക്കാം. അപ്പം ഓരോ ഹാഫ് റൊട്ടേഷനിലും എങ്ങനെയാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ എങ്ങനെയാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. നെഗറ്റീവ് ആക്സിസിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. കണ്ടില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് ഇന്ന് DC സെല്ലിൽ എങ്ങനെയാണ്? സെല്ലിൽ വേരിയേഷൻ എല്ലാം ഉണ്ടാകുന്നു, ഒരേ രീതിയിൽ കറണ്ടെല്ലാം ഉണ്ടാകുന്നത്. സെല്ലിൽ വേരിയേഷൻ, സെല്ലിൽ വെച്ചാൽ നമ്മൾ ചെറിയ ബാറ്ററി ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ എന്താണ് ഒരേ രീതിയിൽ അവിടെ വേരിയേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല, ഒരേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മിക്കപ്പോഴും വരയ്ക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ. AC DC സെല്ല് മാഗ്നിറ്റ്യൂഡ് കൂടിയും കുറഞ്ഞും വരുന്നുണ്ട്, വാല്യൂ അത് 0 ആവുന്നുണ്ട്, പിന്നെ മാക്സിമം ആവുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡ് വാല്യൂ വരുന്നുണ്ട്, പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല.
സെല്ലിലാണെങ്കിൽ ഇപ്പോൾ 1.5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ലുണ്ടല്ലോ, അല്ലെങ്കിൽ 3 വോൾട്ടിൻ്റെ സെല്ലിലെ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ആ 3 വോൾട്ട് തന്നെയായിരിക്കും അവിടെ കിട്ടുന്നത്. ഇവിടെ വാല്യൂവിൽ കൂടിയും കുറഞ്ഞും വരുന്നുണ്ട്. അത് മാഗ്നിറ്റ്യൂഡ്, അതൊന്നും മനസ്സിലാക്കിയിരിക്കുക. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് AC DC ആൻഡ് സെൽ. മനസ്സിലായല്ലോ. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ലാർജ് സ്കെയിൽ അടിസ്ഥാനത്തിൽ നമ്മുടെ പവർ സ്റ്റേഷൻസിലൊക്കെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഏതാണ്? AC ആണ്. ആ AC ആണ് നമ്മളിലേക്കൊക്കെ വരുന്നത്. മനസ്സിലായല്ലോ. അപ്പം ദാറ്റ് ഇസ് എ വർക്കിംഗ് ഓഫ് AC ജനറേറ്റർ. അപ്പോൾ ജനറേറ്ററിൽ എന്താണ്? മെക്കാനിക്കൽ എനർജി കേട്ടോ. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം AC-യിലും DC-യിലും ആണെങ്കിലും ആർമേച്ചറിൽ ഉണ്ടാകുന്ന AC തന്നെയാണ്. അത് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വരുമ്പം AC ആണോ DC ആണോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? റിങ്സുകളാണ്. AC ജനറേറ്ററിലാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് റിംഗ് ആണ്, DC-യിലാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് ആണ്. അതൊക്കെ മെയിൻ പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ AC-യുടെയും DC-യുടെയും വർക്കിംഗ് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അത് കാണുക കേട്ടോ. അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സെക്ഷനിൽ വർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. വർക്കിംഗ് കാണുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനറേറ്ററിൽ ലാർജ് സ്കെയിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. ചോദിക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ AC ആൻഡ് DC, അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഇതൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു സെക്ഷനിലുള്ളത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കോട്ടെ. സമയം എടുത്താണേലും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്